റിയൽ സ്റ്റോറി ന്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്കിനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് കഥയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബബിത ഇപ്പോൾ ഉള്ളത് കുളത്തുപുഴയില് സ്റ്റാൻലിയുടെ വീട്ടിലാണ്. അവിടെ അലീനയും സ്റ്റാൻലിയും അതുപോലെ നമ്മുടെ ബബിതയും ഉണ്ട്. അപ്പം ബബിത അവിടെ വന്നു നിൽക്കുന്നത് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല സ്റ്റാൻലിക്ക്. സ്റ്റാൻലി ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. നമ്മുടെ ബബിതയോടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. ഏതായാലും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അലീന ബബിതയെ. ബബിതയ്ക്ക് എല്ലാം ഒരു അത്ഭുതത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം ആ വീട്ടിലെ സാധന സാമഗ്രികളൊക്കെ പഴയ പുരാത വസ്തുക്കള് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും അടുക്കും ചിട്ടയും അതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു അതിശയം തന്നെയാണ് നമ്മുടെ ബബിതയ്ക്ക് തോന്നുന്നത്. അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വൈജയുടെയും അതുപോലെ സ്റ്റാൻലിയുടെയും ആ ഒരു ഡയറി, ആ ഡയറിക്കകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാൻലി. അതുപോലെ ആയിരുന്നു അവരുടെ പ്രണയം എന്ന് മനസ്സിലാക്കി നമ്മുടെ അലീന ഒരുപാട് സന്തോഷിച്ചു കേട്ടോ. അലീനയ്ക്ക് എന്തോ വലിയൊരു സന്തോഷം. തൻ്റെ അമ്മയെ തൻ്റെ പപ്പ ഇത്രയധികം സ്നേഹിച്ചിരുന്നല്ലോ, എന്നിട്ടും ഒരു വിഷമമുണ്ട്, അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഒരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ആ ഡയറി നമ്മുടെ അലീന വായിച്ചില്ല കേട്ടോ. സോറി, ഡയറി അലീന വായിച്ചില്ല. അലീന ഫോട്ടോസ് ഒക്കെയാണ് കണ്ടത്. കുറെ ഫോട്ടോസ് ഒക്കെ കണ്ടു. ഏതായാലും ഈ ഫോട്ടോസ് കൂടാതെ ഒരു ആൽബം സഹിതം നമ്മുടെ സ്റ്റാൻലിയുടെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ സ്റ്റാൻലി അലീനനെ കാണിച്ചു കേട്ടോ. പക്ഷെ ഡയറി വായിക്കരുത്, അതെന്റെ സ്വകാര്യതയാണ് മകളെ, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ പ്രണയത്തിന്റെ സ്വകാര്യതകളാണ്, അപ്പൊ അത് നീ വായിക്കണ്ടെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, ഓക്കെ അച്ഛാ, ഞാനത് വായിക്കുന്നില്ല. ഓക്കെ, അതിന്റെ ആവശ്യം ഇല്ല, അതെനിക്കറിയാം, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല എന്ന് തന്നെ അലീന പറഞ്ഞു. ഏതായാലും ഈ ആൽബങ്ങളൊക്കെ കണ്ടിട്ട് അലീനയാണെങ്കിൽ ഇത് ബബിതേനെ കാണിക്കാതെ ഒരു സമാധാനം ഇല്ല കേട്ടോ അലീനയ്ക്ക്. അപ്പൊ ബബിതേനെ ഒരു കൂട്ടം ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ബബിതയോട് ചോദിച്ചപ്പോഴത്തേക്കും എന്താന്ന് ചോദിച്ചപ്പം ഒരു കൂട്ടം ഞാൻ കാണിച്ചു തരാം, നീ ബാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ബബിതയെ കൂട്ടിക്കൊണ്ട് പോയി ആ ഫോട്ടോസും ആൽബങ്ങളും എല്ലാം കാണിക്കുകയാണ്. ഓരോരോ സൈസിൽ ഉള്ള ഓരോരോ മാസത്തിലും എടുത്ത ഓരോരോ ഫോട്ടോകൾ, അതുപോലെ 1 മന്ത്, 2nd മന്ത്, 3rd മന്ത്, അങ്ങനെ 8th മന്ത് വരെ എടുത്ത മിക്ക ഫോട്ടോസുകളും അതിനകത്തുണ്ട്. ഈ മന്ത് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ വൈജ പ്രഗ്നന്റ് ആയിട്ട് ഇരുന്ന സമയത്ത് എടുത്ത ഫോട്ടോസുകൾ. അതുപോലെ തന്നെ എന്താ പറയാ, അവരുടെ പ്രണയ നിമിഷങ്ങള്, നമ്മുടെ വൈജ ഒരു കുതിരപ്പുറത്തിരിക്കുന്നത്, അതുപോലെ അതിന്റെ കൂടെ തന്നെ സ്റ്റാൻലി ഇരിക്കുന്നത്, അങ്ങനെ വളരെയധികം മനോഹരമായ കുറേ ഫോട്ടോസുകൾ. ഇതെല്ലാം കണ്ടിട്ട് ഒരു അഭിമാനം നമ്മുടെ അലീനയ്ക്ക് തോന്നുന്നുണ്ട്. അതിലുപരി എന്താ പറയാ, ബാലചന്ദ്രനെ കുറിച്ച് ഓർത്തിട്ട് ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ബാലചന്ദ്രനും ഇവർക്കിടയിൽ ഒരു കരുവായി പോയല്ലോ. അപ്പൊ ആ ഒരു വിഷമം അലീനയ്ക്കുണ്ട്. അപ്പൊ ഈ ഫോട്ടോസ് ഒക്കെ കാണിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീന ബബിതയോട് പറയുന്നുണ്ട്, നിനക്ക് ചെറിയ കുശുമ്പ് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്തിന്, അല്ല നിന്റെ എന്ന് പറയുന്നില്ല, നമ്മുടെ അച്ഛനെ ചതിച്ചവരല്ലേ ഇവര് എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല അലീന ചേച്ചി, ഞാൻ എന്തിനാ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, അതൊക്കെ ഒരു വിധി, അങ്ങനെ നടന്നു പോകുന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പം, അതേ മോളെ, നമ്മൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി. നമ്മള് അല്ലെങ്കിൽ പപ്പായ്ക്കോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ ആർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ട, നമുക്ക് ആരെയും നമ്മുടെ വശം ചേർക്കണ്ട, അവരായിട്ടുള്ളതാണ് അത്, അവര് തന്നെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ. പിന്നെ വഴക്കും അടിയും കൂടാതെ ഇങ്ങനെ അങ്ങ് പോണം. മാത്രമല്ല, ഞാൻ ഓർക്കുകയാണേ, ഇതേ നമ്മളൊക്കെ ഒരേ വീട്ടില് ജനിച്ചു വളരേണ്ടവരല്ലായിരുന്നോ? ഒരുപക്ഷെ നമ്മൾ ഒരേ വീട്ടില് സഹോദരികളായിട്ട് ജനിച്ചു വളരേണ്ടവരായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറയുന്നുണ്ട്, അതിനിപ്പോഴും നമ്മൾ സഹോദരികൾ തന്നെയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ എനിക്കറിയാം, നീ എൻ്റെ സഹോദരിയാണ്, നമ്മൾ ഒരമ്മ പെറ്റ മക്കളാണ്, എങ്കിൽ കൂടി എനിക്കൊരു 10-23 വർഷം പോയില്ലേ അനാഥാലയത്തില് ഞാൻ ജീവിച്ചൊരു 10-23 വർഷം എനിക്ക് നഷ്ടമായില്ലേ. നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ളത് ആ ഒരു നിമിഷങ്ങളല്ലേ എനിക്ക് നഷ്ടമായി പോയത്. എൻ്റെ അനിയനെയും ഒക്കെ വളർത്താനുള്ള ആ ഒരു തല്ലേ എനിക്ക് നഷ്ടമായി പോയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിത പറയുന്നുണ്ട്, സാരമില്ല അലീന ചേച്ചിക്ക് ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, സാരമില്ല അലീന ചേച്ചി, എല്ലാം നല്ലതിന് വേണ്ടി ആയിരുന്നായിരിക്കാം. മാത്രമല്ല ഇപ്പൊ അലീന ചേച്ചിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? അലീന ചേച്ചി ഇപ്പൊ ഒരു വലിയൊരു ബംഗ്ലാവ് പോലത്തെ വീട്ടില് സ്വർഗത്തിനകത്ത് താമസിക്കുന്ന പോലെയല്ലേ താമസിക്കുന്നത്. പിന്നെ എന്താ അലീന ചേച്ചി പ്രശ്നം? അലീന ചേച്ചി ചെയ്ത നന്മകൾക്കൊക്കെ ദൈവം തന്നേക്കുന്നതാണ് ഇതൊക്കെ, ഇനിയും ചേച്ചിക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ, നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ ആ ഫോട്ടോയും ആൽബവും ഒക്കെ കണ്ടിട്ട് ഇവരെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കി. ഏതായാലും നമ്മുടെ സ്റ്റാൻലിയോടും കുറച്ച് കാര്യങ്ങളൊക്കെ
അലീന ചോദിക്കുന്നുണ്ട് അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളും കാര്യങ്ങളും, എന്താ പറയാ, നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ചോദിച്ചൊക്കെ മനസ്സിലാക്കിയായിരുന്നു. അപ്പം ബബിതയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്റെ അമ്മ തന്നെയാണോ എന്ന് ബബിത ഇങ്ങനെ ചിന്തിക്കുക. അമ്മയ്ക്ക് ഇത്ര സ്നേഹമൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ അമ്മയ്ക്ക് അറിയാമോ എന്നിങ്ങനെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, എന്നോട് പപ്പ പറഞ്ഞത് നിന്റെ അമ്മ ഒരു വഴക്ക് പോലും ഉണ്ടാക്കത്തില്ലായിരുന്നു, ഒച്ചയ്ക്ക് പോലും സംസാരിക്കത്തില്ലായിരുന്നു, അതുപോലെ സ്നേഹമായിരുന്നു പപ്പയോട്. പപ്പയോട് മാത്രമല്ല എല്ലാവരോടും അങ്ങനെ തന്നെ ആയിരുന്നു. അമ്മ എല്ലാവരെയും സ്നേഹിച്ച് തന്നെയാണ് അമ്മ പഠിച്ചിട്ടുള്ളൂ, എല്ലാവരെയും അമ്മ അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് എല്ലാം കൊണ്ടും നല്ലൊരു സ്ത്രീ തന്നെ ആയിരുന്നു അമ്മ എന്നാണ് എന്റെ സ്റ്റാൻലി പപ്പ പറഞ്ഞത്. പക്ഷെ എന്താണെന്നറിയില്ല ഇങ്ങനെയൊക്കെ ആയി തീർന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിത പറയുന്നുണ്ട്, ചിലപ്പം അമ്മയുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു ട്രോമ സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഒരിക്കലും അമ്മയ്ക്ക് മറക്കാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെയായി തീർന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെയായി തീർന്നത്. എല്ലാവരും കൂടെ അമ്മേനെ നിർബന്ധിച്ച് തന്നെ വിവാഹം കഴിപ്പിച്ചതാണല്ലോ. അമ്മയ്ക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടും അമ്മേനെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതല്ലേ. അപ്പൊ പിന്നെ ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുമായിരിക്കും. ഏതായാലും എന്റെ അച്ഛന്റെ വിധി, അല്ലാതെ എന്താ പറയുക എന്നും പറഞ്ഞ് നമ്മുടെ ബബിത ഒരു ചെറിയൊരു താങ്ങും കൂടെ നൽകിയ താങ്ങി ഇങ്ങനെ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു കേട്ടോ. ഏതായാലും അലീന മോളെ പോട്ടെ, സാരമില്ല, എന്നാ പിന്നെ സന്ധ്യ ആയില്ലേ, നമുക്ക് കിടക്കാം എന്നും പറഞ്ഞ് കിടക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അങ്ങനെ കിടക്കുമ്പോ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊക്കെ ആട്ടോ കിടക്കുന്നത്. മുറുക്കെ കെട്ടിപ്പിടിച്ചാ കിടക്കുന്നത് അലീന നമ്മുടെ ബബിതേനെ. അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവത് കുട്ടിച്ചായനെ അറിയില്ലേ, അവത് കുട്ടിച്ചായൻ അങ്ങ് പോയായിരുന്നേ. അലീന ഇല്ലാത്തോണ്ട് നേരെ പുനലൂർക്ക് പോയായിരുന്നു. അപ്പൊ അലീന വന്ന വിവരം അറിഞ്ഞിട്ട് ഔതക്കുട്ടിച്ചായൻ വരിക. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ വന്ന ഒരു ഓട്ടോറിക്ഷയിലും കണ്ടാണ് പുള്ളിക്കാരൻ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പൗലോസും അതുപോലെ തന്നെ ആന്റപ്പനൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആന്റപ്പൻ അങ്ങോട്ട് ചോദിക്കുന്നത്, പൗലോസിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല, ആന്റപ്പൻ അവിടെ ഉണ്ട്. അപ്പൊ ആന്റപ്പൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്തു പറ്റി ഔതക്കുട്ടിച്ചായ, എന്നും കാറിനോ അല്ലെങ്കിൽ ജീപ്പിനോ ഒക്കെയാണല്ലോ വരുന്നേ, എന്തു പറ്റി എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മളെ അവതക്കുട്ടി പറഞ്ഞു, അത് പിന്നെ എന്ത് ചെയ്യാനാ, ഒരു മോന് ജീപ്പ് കൊണ്ടുപോയി, കാറാണെങ്കിൽ പണിയും മുടക്കി, പിന്നെ ഞാൻ ഓട്ടോയ്ക്കല്ലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവള് വന്നിട്ടുണ്ടല്ലോ അലീന, അപ്പൊ അതുകൊണ്ട് അവളെ കാണാനായിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ഇറങ്ങി വന്നിട്ട് വല്യപ്പച്ചാന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കാണ്. വല്യപ്പച്ചാന്ന് പറഞ്ഞാ വരുന്നത്. ഓടി വന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞ്, കള്ളിപ്പെണ്ണെ, നീ എന്നെ ഇട്ടിട്ട് പോയേക്കല്ലായിരുന്നോടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഒരു അത്യാവശ്യം വന്നാൽ എനിക്ക് പോകണ്ടേ വല്യപ്പച്ചൻ എന്തായി പറയുന്നതെന്ന് ചോദിച്ചപ്പോ, ഒരു അത്യാവശ്യം വന്നപ്പോ നീ എന്നെ ഇട്ടിട്ടങ്ങ് പോയല്ലേടി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, അപ്പച്ചനെ ഞാൻ വിളിച്ചില്ലേ ഞാൻ വന്ന ഉടനെ, അതുകൊണ്ടല്ലേ അപ്പച്ചൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. വല്യപ്പച്ച, അതെ നീ വിളിച്ചത് കൊണ്ടാ വന്നത്. നിന്റെ ആ സ്ട്രോങ് ചായ, ബ്രേക്ക്ഫാസ്റ്റ്, സ്പെഷ്യൽ ജ്യൂസ്, ഇതെല്ലാം എനിക്ക് മിസ് അടിച്ചിരി മോളെ. ഞാൻ അതുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഈ പട്ടികളെ നോക്കി എനിക്ക് ഇവിടെ കിടക്കാൻ എന്നാ ഭ്രാന്തോ? അല്ലെങ്കിൽ തന്നെ മോൾ ഇങ്ങോട്ട് വന്നോണ്ടാണ് ഞാൻ ഈ കൊളുത്തുപുഴയിലേക്ക് വന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് എനിക്ക് വരാൻ എന്നാ വട്ടാണോ? എനിക്ക് അവിടെയാണെങ്കിൽ എന്റെ തോട്ടത്തിലും പറമ്പിലും ഒക്കെ പണിയെടുത്ത് അങ്ങ് ജീവിക്കാം. ഇവിടെ വന്നിട്ട് ഒരു മൂലക്ക് കയറി കുത്തിപ്പിടിച്ചിരിക്കാനും എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തതെന്ന് പറയുമ്പോൾ പതുക്കെ നമ്മുടെ സ്റ്റാൻലി വന്നിട്ട് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോ, അല്ല ഇത്രയും ദിവസം ഞാനിവിടെ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും ആരും അന്വേഷിച്ച് വന്നില്ലല്ലോ, എന്നിട്ട് ഇപ്പം വരേണ്ട ആള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓടി എത്തിയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ നീ എന്നെ വിളിച്ചായിരുന്നോടാ, ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നീ നോക്കിയായിരുന്നോ? നിന്റെ അപ്പനല്ലേടാ ഞാന്, ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നീ നോക്കിയായിരുന്നോ? ഇല്ലല്ലോ. എന്നിട്ട് നാണമില്ലടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? എന്റെ മോൾ എന്നെ വിളിച്ചോണ്ടാടാ ഞാൻ വന്നത്, അവൾ എന്നെ വിളിച്ചടാ വന്ന ഉടനെ അവക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ എന്ന് പറഞ്ഞപ്പോ, അതെ ആയിക്കോട്ടെ, അവക്ക് മാത്രമേ സ്നേഹമുള്ളൂ, അവക്ക് മാത്രമേ സ്നേഹമുള്ളൂ, എനിക്കതറിയാം, അല്ലെങ്കിലും പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, എന്നതായിരുന്നു, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമായിരുന്നോ? ഇപ്പൊ ചിന്നമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് പോന്നു. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, വന്നേ വല്യപ്പച്ചനെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതെ വല്യപ്പച്ച, ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗസ്റ്റോ? ഏത് ഗസ്റ്റ്? എവിടത്തെ ഗസ്റ്റ്? വല്യപ്പച്ചനെ കാണിച്ചു തരാം, വല്യപ്പച്ചൻ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബബിതേനെ കാട്ടി കൊടുത്തിട്ട്, ദേ ഇത് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഇതാരാ? ഇതിപ്പം നിന്റെ ആരാ? ഇതാണ്, ഞാൻ പറഞ്ഞുതരാം, വൈജയന്തിനെ അറിയോ? വൈജയന്തിനെ അറിയാം, നിന്റെ തള്ളയല്ലേടി ഈ വൈജയന്തി. അല്ല ഇത് നിന്റെ തള്ളയാണോ? കണ്ടിട്ട് ഒത്തിരി പ്രായമൊന്നും തോന്നിക്കുന്നില്ലോ എന്ന് പറഞ്ഞപ്പോ, എന്റെ പൊന്നു വല്യപ്പച്ച, തൂക്കി കയറി വെടിവെക്കാതെ. എന്റെ അമ്മയില്ലേ,
എന്റെ അമ്മ വിവാഹം കഴിച്ചിരിക്കുന്നില്ലേ ഒരാള്, എന്നെ ഇവിടെ കൊണ്ടാക്കിയ ആള്. ഞാൻ എപ്പോഴും പറയാറില്ലേ ബാലചന്ദ്രൻ അച്ഛനെ കുറിച്ച്, ആ അച്ഛന്റെ മോളാണ് ഇവളുടെ പേര് ബബിത. ഇതേ രൂപവും ഇതേ ഭാവവും ഇതേ സ്വഭാവവും ഒക്കെ തന്നെയായിരുന്നു വൈജയന്തിയുടേത്, എന്റെ അമ്മയുടേത്. ഇവളെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പറയവേ വേണ്ട. എന്റെ അമ്മ ചെറുപ്പത്തിലെ ഇതുപോലെ തന്നെ ഇരുന്നത് ആ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടി അടിമുടിയൊന്ന് നോക്കി കേട്ടോ. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ഓ എന്റെ അമ്മേനെ കണ്ടിട്ടില്ലല്ലോ അല്ലെ? എന്റെ അമ്മേനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വേണ്ടായിരുന്നല്ലോ, അതുകൊണ്ടായിരുന്നല്ലോ ഈ വിവാഹം നടക്കാതെയൊക്കെ പോയത്. എന്റെ അമ്മേനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നല്ലോ ചിലപ്പോ. അത് പിന്നെ മോളെ അന്നത്തെ കാലം അങ്ങനെയാ മോളെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലം പോലെ അല്ല, അന്നത്തെ കാലം അങ്ങനെയാ. ഓ ഇനി കാലത്തിന്റെ കുറെ കഥ പറഞ്ഞിട്ട് എന്നോട് വേണ്ട കേട്ടോ. ദേ വല്യപ്പച്ചൻ എന്റെ അമ്മേനെ ഇപ്പം സ്നേഹിച്ചിരുന്നെങ്കിലേ, അല്ലെങ്കിൽ എന്റെ അമ്മേനെ ഇപ്പൊ ഈ വീട്ടിൽ കയറ്റിയിരുന്നെങ്കിലേ ഞങ്ങളെല്ലാം ഈ വീട്ടിലുണ്ടായിരുന്നേനല്ലോ എന്ന് പറഞ്ഞപ്പോ, മോളെ നീ ആ കേസ് വിട്. അല്ല ഇവക്ക് നീ എന്താ കൊടുത്തത്? അല്ല ഇവളെ എന്നാ വന്നത്? നിങ്ങൾ എന്നാ വന്നത്? നിന്റെ കൂടെയാണോ ഇവള് വന്നത്? എന്റെ കൂടെ തന്നെയാ വല്യപ്പച്ച ഇവള് വന്നത്. എന്താ ഈ സ്റ്റാൻലി പപ്പയ്ക്ക് ഇവളെ കണ്ണിന് കണ്ടുകൂടുന്നേ, ഈ സ്റ്റാൻലി പപ്പ ഇവളോട് മിണ്ടുന്ന പോലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ, ഓ അതൊന്നും കാര്യമാക്കണ്ട മോളെ, അവൻ അങ്ങനെയാ, അവന്റെ ശീലം അതായി പോയി, അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ഇവളെ ഇവിടെയൊക്കെ നടന്ന് കാണിക്ക്. എന്നാ പിന്നെ ഞാൻ അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം, ഞാനും കൂടെ വരാം ഇവിടെ പറമ്പും പരിസരവും ഒക്കെ കാണിക്കാൻ. പിന്നെ നിനക്കറിയാലോ, നീ തോട്ടത്തിലേക്കൊന്നും വരാത്ത, എസ്റ്റേറ്റിലേക്ക് തോട്ടത്തിലേക്കും ഒന്നും വരുന്നില്ല. നീ അവിടെ വന്ന് കുറെ പരിഷ്കാരങ്ങൾ നടത്തിയതല്ലാതെ അങ്ങോട്ടേക്ക് നിന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ ഞാൻ നാളെ വല്ലതും വരാം, ഇവള് നാളെ പോകും, കൊളുത്തുപുഴയ്ക്കല്ലോ സോറി പാലാക്കി പോകും ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റാൻലി അത് കേട്ടു. സ്റ്റാൻലി വന്നിട്ട് ചോദിച്ചു, പാലായ്ക്ക് പോകുന്നോ? എന്തിനാ ഇപ്പൊ ഈ കൊച്ചിനെ പാലായ്ക്ക് പറഞ്ഞു വിടുന്നത്? അല്ല വന്നതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം കൂടെ ഇവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ അയ്യടി എന്ത് സാധനമാ സ്റ്റാൻലി പപ്പ എന്ന് പറഞ്ഞത്? ഇവിടെ നിർത്തണ്ട, 2 ദിവസത്തിനകം കൊണ്ടുവരുന്നതൊക്കെ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഇതൊക്കെ ബബിത കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, മോളെ ഒന്ന് പതുക്കെ പറ, ആ പെങ്കൊച്ച് ഇതൊക്കെ കേൾക്കില്ലേ? ഓ കേക്കട്ടെ, അങ്ങോട്ട് കേക്കട്ടെ, അവളെല്ലാം കേട്ടായിരുന്നു, അവള് ഫോണിൽ കൂടെ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നു. എന്നതൊക്കെയായിരുന്നു പറഞ്ഞത്? അതൊക്കെ കേട്ടിട്ടുണ്ട് അവള്. അതുകൊണ്ട് പപ്പേനെ കുറിച്ച് അവക്കൊരു ധാരണയുണ്ട്, അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. ദുഷ്ടൻ, കാണ്ടാമൃഗം എന്നൊക്കെ ഒരു ധാരണ. അയ്യോ മോളെ, അപ്പൊ ഞാന് ദുഷ്ടനും കാണ്ടാമൃഗം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുകയല്ലേ നീ എന്ന് പറയുമ്പോ, ഞാൻ പറഞ്ഞു കൊടുത്തൊന്നുമല്ല. പപ്പയൊന്ന് ഓർത്ത് നോക്കി, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നാല് ഒരു ഷൈക്കാൻഡെങ്കിലും കൊടുക്കണ്ടേ? ഒന്ന് മുഖത്തേലും നോക്കണ്ടേ, കണ്ണിലെല്ലാം നോക്കണ്ടേ, പേരെന്താ, അല്ലെങ്കിൽ വീട് എവിടെയാ, സുഖമാണോ എന്നൊക്കെ ചോദിക്കണ്ടേ? അത് വല്ലതും ഈ പറഞ്ഞ പപ്പ എന്റെ ബബിത കൊച്ചിനോട് ചോദിച്ചായിരുന്നോ? ഇല്ലല്ലോ. മാത്രമല്ല ഒരാള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും. അല്ല പൗലോസ് ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, പൗലോസ് ചേട്ടനല്ലോ അത് മേടിക്കണം, ഇത് മേടിക്കണം, ഇത് ഉണ്ടാക്കണം എന്ന് വല്ലതും ഓർഡർ ഇട്ടായിരുന്നോ? ഇല്ലല്ലോ. എന്നും ഉണ്ടാക്കുന്ന ഫുഡ് മാത്രം അവക്ക് കൊടുത്തു. അവക്ക് ഇതൊക്കെ കണ്ടപ്പോ മനസ്സിലായി എന്റെ പപ്പ ആരാണ് എന്താണെന്നൊക്കെ. അയ്യോ അത് വലിയ കഷ്ടമായി പോയല്ലോ മോളെ. അത് പിന്നെ എനിക്ക് ആ പെങ്കൊച്ച് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല 1 ദിവസം 2 ദിവസം നിന്നാ മതിയെന്ന്. പപ്പയ്ക്ക് കേൾക്കണോ? ഞാൻ റെക്കോർഡ് കേൾപ്പിക്കാം. ഓ റെക്കോർഡൊക്കെ എടുത്ത് വെച്ചേക്കുവല്ലേ നീ? ആ അതെ, ഞാൻ റെക്കോർഡൊക്കെ എടുത്ത് വെച്ചേക്കാം. എന്നാലേ ഞാനേ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി അവിടെ നിന്ന് മാറിപ്പോയി. ഏതായാലും സ്റ്റാൻലി തിരിച്ചു വരുമ്പോൾ സ്റ്റാൻലിയുടെ കയ്യിൽ നിറയെ ഫ്രൂട്ട്സും കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടും കുറെ സാധനങ്ങളൊക്കെ ആയിട്ടും മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ എന്തൊക്കെയോ ചിക്കൻ 65 ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പൗലോസിനോട് പറഞ്ഞു, പൗലോസിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ പൗലോസ് ചിക്കൻ 65 ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. ആൻ്റപ്പനെ പറഞ്ഞു വിട്ടു. ആൻ്റപ്പൻ പോയി കുറെ ചിക്കൻ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ എന്താ പറയുക, അവിടെ ആകെ മൊത്തത്തിലൊരു മാറ്റം സംഭവിച്ചു കേട്ടോ, നമ്മുടെ ബബിതയോടൊരു സ്നേഹം. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സ്റ്റാൻലി പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്കും ചിക്കൻ ഒന്നും മേടിച്ചുകൊണ്ട് വന്നില്ല കേട്ടോ. ഈ ഫ്രൂട്ട്സ് ഒക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നത്. ചിക്കനൊക്കെ സോറി, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അവക സാധനങ്ങളൊക്കെ നമ്മുടെ ആൻ്റപ്പനെ കൊണ്ടാണ് മേടിപ്പിക്കുന്നത്. അപ്പൊ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാൻലി തന്നെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പം ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് സ്റ്റാൻലി ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്കും തന്നെ അലീന ചോദിച്ചു, ഇത് എന്താന്ന് ചോദിച്ചു. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഫ്രൂട്ട്സോ? ഫ്രൂട്ട്സ് ഈ വീട്ടിൽ മേടിക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, ഇന്ന് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങ് മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇതെന്തായിരിക്കുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് മാതള നാരങ്ങ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ മാതള നാരങ്ങയോ? മാതള നാരങ്ങ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ബബിനി ഓടി വന്നിട്ട്, അയ്യോ
എൻ്റെ അമ്മയുടെ ഫേവറേറ്റാ മാതള നാരങ്ങ എന്ന്. അപ്പൊ അറിയാതെ ഇവിടെ സ്റ്റാൻലി പറഞ്ഞു പോയി, അതെ അതെ വൈജയുടെ ഫേവറേറ്റ് തന്നെയാണ് മാതള നാരങ്ങ എന്നേ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ അലീന, പപ്പ എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ലാന്ന് പറഞ്ഞു. അല്ല പപ്പ ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ, അമ്മയുടെ ഫേവറേറ്റാ മാതള നാരങ്ങ എന്ന് പറഞ്ഞല്ലോ. ആ അതെ, അത് പണ്ടത്തെ ഒരു കഥയാ, പണ്ടത്തെ കാലമല്ലേ. അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞപ്പോ അതൊന്നും അങ്ങനെ വിടുന്ന കാര്യമില്ല, ഞങ്ങൾക്ക് ആ കഥ കേൾക്കണം. പറ, ഈ മാതള നാരങ്ങയിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, ആ കഥ ഒന്ന് പറഞ്ഞു പപ്പയെന്ന് പറഞ്ഞപ്പോ, എന്റെ പെണ്ണെ നീ പോ പെണ്ണെ, ഒന്ന് നീ എന്നെ കൊണ്ട് ചുമ്മാ ദേ എന്നെ ശല്യം ചെയ്യാതെ മാറിപ്പോക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ല, പപ്പ എന്നെ ശല്യം ചെയ്യും, പപ്പ പറയണം മാതള നാരങ്ങ, മാതള നാരങ്ങയില് എന്നെ ഒളിഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ആണ്. അപ്പൊ എന്താ അമ്മയ്ക്ക് സ്ഥിരം ഇത് മേടിച്ചോണ്ട് കൊടുക്കുമായിരുന്നോ പപ്പ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം സ്റ്റാൻലി പറഞ്ഞു, സ്ഥിരം മേടിച്ചോണ്ട് കൊടുക്കുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവൾക്ക് മനംപുരട്ടലൊക്കെ ആയിരുന്നു, അവള് ഒന്നും കഴിക്കത്തൊന്നും ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ അവൾക്ക് ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആകെ അവള് കഴിച്ചുകൊണ്ടിരുന്നത് ഇതാണ്. ഇതാവുമ്പോഴത്തേക്കും അവൾ കഴിക്കുമായിരുന്നു, അല്ലാതെ അവള് വേറൊന്നും കഴിക്കത്തില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ അപ്പൊ ആ ഓർമ്മയിൽ മേടിച്ചതാണല്ലേ ഈ പറയുന്ന മാതള നാരങ്ങ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആ ഓർമ്മയിൽ മേടിച്ചതൊന്നും അല്ല, അല്ല അവളുടെ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ എന്നും പറഞ്ഞത്. ആർക്ക് വേണ്ടി മേടിച്ചതാ? നിനക്ക് വേണ്ടി, അലീന നിനക്ക് വേണ്ടി മേടിച്ചത്. ദേ പപ്പേ നോണ പറയല്ലേ, ഇത് ആർക്ക് വേണ്ടി മേടിച്ചതാ? ഒരു ബബിതയ്ക്ക് വേണ്ടി മേടിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്തിന്, ഞാൻ ബബിതയ്ക്ക് വേണ്ടി ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. വെറുതെ പറയരുതേ. അതെ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ പപ്പ വെറും പാവാ. ഈ സിംഹമില്ലേ, ഈ സിംഹം, ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു പൂച്ചക്കുട്ടി. ആ പൂച്ചക്കുട്ടി പുറത്ത് വന്നതല്ലേ ഇത്. എനിക്കറിയാം പപ്പയ്ക്ക് ബബിതയോടൊരു സ്നേഹമൊക്കെ ഉണ്ട്. അത് അത് പപ്പയുടെ മനസ്സിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. എന്തിനാ പപ്പ അത് മൂടി വെച്ചിട്ട് പുറത്ത് വേറൊരാളായിട്ട് അഭിനയിക്കുന്നത്? ബബിതയ്ക്ക് സ്നേഹം കൊടുക്കുന്നത് തെറ്റാ? അല്ലല്ലോ, പിന്നെന്താ പപ്പ ഇത്? ദേ അലീനെ, ഞാൻ പറഞ്ഞു ഞാൻ ആരും സ്നേഹിക്കുന്നൊന്നുമില്ല. ദേ നീ പോയേ, നീ വേണമെങ്കിൽ അവൾക്ക് ഇത് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അവൾ ഇവിടെ നിൽപ്പുണ്ടല്ലോ, ഈ പപ്പയുടെ കൈ കൊണ്ട് തന്നെ അവൾക്ക് കൊടുത്താൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഞാൻ അവളെ വിളിക്കട്ടെ, അവളിപ്പോ അങ്ങോട്ടേക്ക് പോയായിരുന്നു എന്ന് പറഞ്ഞപ്പോ, വേണ്ട അലീന, അവളെ വിളിക്കൊന്നും വേണ്ട, നീ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്റെ പപ്പ വെറും പാവ, പഞ്ചപാവം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബബിതയ്ക്ക് പപ്പനെ കുറിച്ച് ഒരു എന്താ പറയാ, ഒരു കഠിന ഹൃദയമുള്ള മനുഷ്യനാ, അതുപോലെ ഒരു സിംഹമാ, പുലിയാ, കടുവയാ എന്നൊക്കെ ഒരു തോന്നലുണ്ടെന്ന്. അതൊക്കെ വെറുതെയാന്നേ. അവക്കേ ഈ പപ്പേനെ നന്നായിട്ട് അറിയാം. ഞാൻ ഈ പപ്പേനെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നല്ലതും മാത്ര. ഒരിക്കലും ഈ മോൾക്ക് ഈ പപ്പേനെ കുറിച്ച് ചീത്ത പറയാൻ വേണ്ടി പറ്റത്തില്ലെന്നേ. എന്റെ പപ്പ നല്ലതാണ് എന്ന് പറയുന്നതല്ലേ എന്റെ അഭിമാനം. അതുകൊണ്ട് എന്റെ പപ്പ നല്ലതാണെന്ന് മാത്രം ഞാൻ ആരോടും പറയാറുള്ളൂ. അത് വെറും വാക്ക് മാത്രമല്ല കേട്ടോ, എന്റെ പപ്പ നല്ല മനസ്സുള്ളവൻ തന്നെയാ. അതുകൊണ്ടാണല്ലോ 23 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എന്നെ ഇവിടെ കൊണ്ടുവന്ന് നല്ല പൊന്നു പോലെ നോക്കുന്നത്. അപ്പൊ എന്റെ പപ്പ സൂപ്പർ അല്ലേ? എന്റെ പപ്പ ഗ്രേറ്റാ പപ്പ, പപ്പ സൂപ്പറാണ് കേട്ടോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നമ്മുടെ സ്റ്റാൻലിയുടെ കവിളിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അലീന അവിടെ നിന്ന് പോകുന്നത്. സ്റ്റാൻലി ആ ഒരു ഉമ്മയിൽ അലിഞ്ഞു പോയി കേട്ടോ. വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു അലിവ് നമ്മുടെ ആ ഉമ്മയിൽ, അലീനയുടെ ഉമ്മയിൽ ഉണ്ടായിരുന്നു. എന്തോ നമ്മുടെ വൈജയെ പെട്ടെന്ന് സ്റ്റാൻലി അപ്പോഴും ഓർത്തു. വേറൊന്നുമല്ല, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ വൈജയും എന്തെങ്കിലും പറയുമ്പോൾ സ്റ്റാൻലിക്ക് കവിളിലൊരു ഉമ്മ കൊടുക്കുമായിരുന്നു. അതേ വാക്കുകളും ഒക്കെ ആയിട്ട് നമ്മുടെ സ്റ്റാൻലിക്ക് തോന്നുകയാണ്. ഒരു നിമിഷം സ്റ്റാൻലിയുടെ കണ്ണൊക്കെ നനഞ്ഞറിയാതെ നനഞ്ഞിങ്ങനെ ഒഴുകുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കരയാതെ കരയുന്നുണ്ട് ആ മനസ്സ്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ആയിരുന്നു ജീവിക്കാനും ആ കുഞ്ഞിനെ പ്രസവിക്കാനും ഒക്കെ. അവർ ഒരുമിച്ച് സ്വപ്നം കണ്ടതല്ലേ. ഒരു 8 മാസം പ്രഗ്നന്റ് ആയ ലേഡി എന്ന് പറയുമ്പം 1 മാസത്തോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് പിറക്കാനുള്ളതല്ലേ. അപ്പം അവര് നെയ്ത സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഒരു അച്ഛനും അമ്മയ്ക്കും മാത്രമേ അത് അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് അത് തകർന്നു പോയി വേറൊരു ജീവിതം തെരഞ്ഞെടുത്തു, അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ മനസ്സിനൊരു സുഖത്തോടു കൂടിയോ സന്തോഷത്തോടു കൂടിയോ ഒന്നും അല്ല ജീവിക്കുന്നത്. ഇങ്ങനെ പലരും കാണുമായിരിക്കും അല്ലേ ഈ ലോകത്ത്. ഇങ്ങനെ പ്രണയമൊക്കെ നഷ്ടപ്പെട്ടിട്ട് കിട്ടിയ പിന്നെ ആ ഒരു പ്രണയം നഷ്ടപ്പെട്ടിട്ട് പിന്നെ കിട്ടുന്നതിനെ ചിലപ്പം അത്ര മനോഹരമായിട്ട് പ്രണയിക്കാനോ സ്നേഹിക്കാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. ഞാൻ ഇന്നത്തെ വിശേഷം ഏതായാലും ഇതോടുകൂടി നിർത്താണ് കേട്ടോ. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് വരാം. നമ്മുടെ ബബിതയ്ക്ക് കൈ നിറയെ സമ്മാനങ്ങളും ഒക്കെ വാരിക്കോരി കൊടുത്തു തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻലി അവിടെ നിന്ന് ബബിതയെ പറഞ്ഞയക്കുന്നത്.
അത് ബാലചന്ദ്രന്റെ മകളായതുകൊണ്ടും മാത്രമാണ്. തന്റെ മകളെ പൊന്നുപോലെ നോക്കി തന്റെ കൈകളിൽ ഏൽപ്പിച്ച ബാലചന്ദ്രന്റെ മകൾ വന്നപ്പോഴേക്കും അങ്ങനെ ചവിട്ടി പുറത്താക്കുവോ? മനസാക്ഷി ഇല്ലാത്തവനൊന്നും അല്ല ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻലി. അതുകൊണ്ട് തന്നെ നമ്മുടെ ബബിതയ്ക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കോരിവാരി കൊടുത്തിട്ടാണ് പറഞ്ഞയക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് നാളെ കാണാട്ടോ. ഇവിടെ ഭയങ്കര മഴയും കാറ്റും ഒക്കെയാണ്. അതുകൊണ്ട് എപ്പോഴും കറണ്ട് പോകും. അതാണ് കേട്ടോ കറക്റ്റ് സമയത്ത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഞാനാണെങ്കിൽ ഇവിടെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്തേ നമുക്ക് നെറ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് നെറ്റ് കിട്ടില്ല. ഇവിടെ റേഞ്ച് ഇല്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടുക്കിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ ഞാൻ താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഒന്ന് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എനിക്ക് മടിയാണ് എന്നൊന്നും വിചാരിക്കരുത്. നമുക്കിവിടെ കറണ്ട് ഇല്ലാതെ വരുമ്പോഴാണ്, മഴയത്തുമൊക്കെയാണ് ഇപ്പൊ ഇത് സംഭവിക്കുന്നത് കേട്ടോ. പരമാവധി ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നെറ്റ് കിട്ടത്തില്ല. അപ്പൊ ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ പോയി റേഞ്ച് ഉള്ള സ്ഥലത്ത് ചെന്ന് നിന്നിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ അപ്ലോഡൊക്കെ ചെയ്യുന്നത്. ചിലപ്പം മഴയത്തൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളെ വിശ്വസിച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അതാണല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർക്ക് ഇന്നും കേൾക്കാനോ ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരോട് കാണിക്കണമല്ലോ, നമുക്ക് അവരോട് ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം പരമാവധി ഞാൻ എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.